ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തേത് ഒരു സൂപ്പർ ഫിഷ് ഫ്രൈ റെസിപ്പിയാണ്. ഏത് ഫിഷാണെങ്കിലും ഇങ്ങനെ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് കറി പോലും വേണ്ട ചോറുണ്ണാൻ. എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ഫ്രൈക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏത് ഫിഷും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പപ്പൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോഴിക്കോടൊക്കെ കിട്ടുന്ന ഒരു വലിയ മീനാണ് കേട്ടോ. അതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ കുറച്ച് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി നമുക്ക് എടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ചതച്ചെടുക്കണം. നന്നായിട്ട് അരയൊന്നും വേണ്ട. നമ്മളൊരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണിത്. ഈ മസാലയിലാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. നമുക്കിത് മത്തിക്കും അയലയ്ക്കും ഏത് മീൻ എടുക്കുകയാണെങ്കിലും ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ചാറോട് കൂടിയ മീൻ ഫ്രൈ ആണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇത് ഞാനൊന്ന് അരച്ചു കൊണ്ടുവന്ന് ഇതാ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പച്ചമുളക് എടുത്തതാണ്, കൂടുതൽ മുളകിൻ്റെ ആവശ്യമില്ല. പിന്നീട് അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. ഇത് രണ്ടും മാത്രമേ നമ്മൾ മസാലയായിട്ട് ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. വെള്ളം അധികമായാൽ നമ്മളുടെ മീനിലൊന്നും മസാല പിടിക്കില്ല. അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കരുത്. വെള്ളത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുക്കാതെ വെള്ളം എടുത്തത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്കിത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. മീൻ ഇവിടെ ഇതാ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓരോ മീനിലേക്കും കുറച്ച് കുറച്ച് മസാല ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ചെടുക്കണം കേട്ടോ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തേച്ച് എല്ലാ ഭാഗങ്ങളിലും മസാല തേച്ച് പിടിപ്പിക്കണം. ഇതൊക്കെ റെഡിയായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്ന് സെറ്റായി കിട്ടും. പിന്നെ ഈ ബാക്കി വരുന്ന മസാല അങ്ങനെ തന്നെ വയ്ക്കാൻ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇനി നമ്മൾ വറക്കാനുള്ള പാൻ എടുത്ത് വയ്ക്കുന്നു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ കൂടുതലാവരുത്. ഈ വെളിച്ചെണ്ണയോട് കൂടിയിട്ടാണ് നമ്മൾ ഫ്രൈ എടുക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നീട് നമ്മൾ വെളിച്ചെണ്ണ ചൂടായതിൻ്റെ ശേഷം നമ്മൾ ഓരോ പീസസ് ആയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇത് ചെറു ചൂടിൽ വെച്ചിട്ടാണ് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. പെട്ടെന്ന് ചൂട് കൂടുകയാണെങ്കിൽ പെട്ടെന്ന് മസാല കരിഞ്ഞു പോവും, മീനൊട്ട് വേവുകയുമില്ല. അതുകൊണ്ട് ഒരു മീഡിയം ലെവൽ ചൂടിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഒരു ഭാഗം നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഒന്ന് മറച്ചിടുക, കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ധാരാളം മസാല ഉള്ളതുകൊണ്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഒരു 2 സൈഡ് മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ ശേഷം ഒന്ന് വെന്തതിൻ്റെ ശേഷം നമ്മൾ ഒന്ന് മീൻ നീക്കിയതിൻ്റെ ശേഷം ആ ഒരു ഭാഗത്ത് നമ്മൾ ബാക്കി വന്നിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക. അതും കൂടി നമുക്കൊന്നും ഫ്രൈ ആയിട്ട് വേവിച്ചെടുക്കണം. പിന്നീട് അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കുക. ഒന്നുകൂടി നമുക്കത് 2 സൈഡൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് 2 സൈഡ് മസാല പിടിച്ച് കിട്ടണം. ഒന്നും കൂടി ചെറുതായ ചൂടിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിക്കും ചോറിനുമൊക്കെ വേറെ ഒരു കറിയുടെ ആവശ്യം പോലുമില്ല ഇങ്ങനെ ഒരു ഫ്രൈ ചെയ്യുകയാണെങ്കിൽ.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മത്തിയാണെങ്കിലും അയിലയാണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസ് ഇടാൻ പറ്റുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്